1895 സൈക്കിൾ നിർമ്മാണത്തിൽ തുടങ്ങി ഇന്ന് ലോകം മുഴുവൻ വിറ്റഴിക്കപ്പെടുന്ന കാറുകൾ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡിൻ്റെ പേര് മറ്റൊന്നുമല്ല, സ്കോഡ എന്നാണ്. ആ ഒരു കമ്പനിയുടെ ഏറ്റവും പുതിയ ബ്രാൻഡായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പുതിയ വാഹനമായിട്ടുള്ള സ്കോഡ കൈലാക്കിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാഡി ടോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു വാഹനത്തിന് മലയാളികളോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കോഡയുടെ ഈ കൈലാക്ക് എന്ന വാഹനത്തിന് പേര് നൽകിയിരിക്കുന്നത് ഒരു കാസർഗോഡുകാരനായിട്ടുള്ള മലയാളിയാണ്. സ്കോഡ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ അല്ലെങ്കിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ക്യാമ്പയിൻ പുറത്തിറക്കിയിരുന്നു. പുതിയ വരുന്ന വാഹനത്തിന് എന്ത് പേരായിരിക്കും നിങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു ആങ്സൈറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സ്കോഡയ്ക്ക് ആകെയുള്ള ഒരു ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയിൽ തുടങ്ങുന്ന അവരുടെ കുഷാഗ് ആയാലും കോഡിയാക്ക് ആയാലും അങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് കെയിലാണ്. അതുകൊണ്ട് കെയിൽ തുടങ്ങുന്ന ഒരു വാഹനം വേണമെന്നുള്ള ഒരു ഒറ്റ നിർബന്ധം മാത്രമേ സ്കോഡയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ കാസർഗോഡുകാരനായിട്ടുള്ള ഒരു മലയാളിയാണ് ഈ കാണുന്ന വാഹനത്തിന് കൈലാക്ക് എന്നുള്ള പേര് നൽകിയത്. അതുകൊണ്ട് നമുക്കും അഭിമാനിക്കാം, മലയാളികളുടെ സ്വന്തം വാഹനം എന്ന് നമുക്ക് എടുത്തു പറയാനാകുന്ന വാഹനമാണ് സ്കോഡയുടെ കൈലാക്ക് എന്ന് പറയുന്ന ഈ വാഹനം. കൈലാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്റ്റൽ എന്നാണ്. ആ ഒരു ക്രിസ്റ്റൽ ലൈറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോയും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലായിട്ടുള്ള ഗാഡി ടോക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ വാഹനത്തിന് നിങ്ങൾ കാണുന്ന വാഹനത്തിൻ്റെ നിറമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു പച്ച നിറമാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. മുൻപിലായിട്ട് തന്നെ DRL യൂണിറ്റുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ യൂണിറ്റുകൾക്കും കൂടിയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മുൻവശങ്ങളിൽ അതിമനോഹരവും അതിവിശാലവുമായിട്ടുള്ള ഒരു ഗ്രില്ല് നൽകിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കോഡയുടെ എല്ലാ വാഹനങ്ങളിലും കാണുന്നത് പോലെ തന്നെയുള്ള ഒരു ഗ്രില്ല് യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. സ്കോഡ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ഈ ഒരു ഗ്രിൽ യൂണിറ്റിന് ഒരു ചേഞ്ചും വരുത്തുന്നില്ല എന്നുള്ള ചോദ്യം എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. അത് ഞാനും ഇവിടെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അതിവിശാലവും അതിമനോഹരമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്റ്റൽ ലാമ്പുകളാണ് ഹെഡ് ലാമ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. DRLനും തൊട്ട് താഴെയായിട്ടാണ് ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത്. 2 കളറിലുള്ള ബമ്പേഴ്സാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് ബോഡി കളർ തന്നെ വരുന്ന ഒരു ബമ്പർ യൂണിറ്റ്, അതിന് തൊട്ട് താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഒരു ബമ്പർ യൂണിറ്റുമാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ഒരു സിൽവർ ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഫ്രണ്ട് ലിപ്പ് പോലെ തോന്നുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. വലിയ എയർ ഡാമ്പ് യൂണിറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് ഒരു സ്കോഡയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പുറകിലേക്ക് പോകുന്ന സമയത്ത് സ്കോഡയുടെ ലോഗോ ഇല്ല, പകരം സ്കോഡ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതിവിശാലവും അതിമനോഹരവുമായിട്ടുള്ള ഒരു ഫ്രണ്ട് യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കോഡ കുഷാക്കിൻ്റെയൊക്കെ പോലെ തന്നെ വരുന്ന ഒരു ഫ്രണ്ട് യൂണിറ്റ്, അല്ലെങ്കിൽ സ്കോഡ കുഷാക്കിൻ്റെ അനിയൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇതെന്ന് പറയുന്നത്. ഇത് വരുന്നത് 1 ലിറ്റർ TSI എഞ്ചിനോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്. കുഷാക്കിനെക്കാട്ടിലും ഒരു 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഈ ഒരു വാഹനത്തിന് വരുന്നുള്ളൂ. വശങ്ങളിലേക്ക് പോകുന്ന സമയത്ത് 16 ഇഞ്ചിൻ്റെ ഒരു അലോയ് വീലാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ഓപ്ഷൻ വാഹനമല്ല, അതിന് തൊട്ട് താഴെയുള്ള വാഹനമാണ്. 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലായിട്ട് മിററിനകത്ത് ഇൻഡിക്കേറ്റർ യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്. വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അതിവിശാലമായിട്ടുള്ള ഒരു ഡോർ ഏരിയയാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇത് ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന തരത്തിലുള്ള മസിലുകളോ ഫ്ലാപ്പുകളോ ഒന്നും തന്നെ ഈ ഒരു ഡോറിനകത്ത് കൊടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിരിക്കും. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു ബ്ലാക്ക് ഏരിയ ഇങ്ങനെ വന്നിട്ട് ഈ വണ്ടിയെ ചുറ്റി അപ്പുറത്തെ സൈഡിൽ കൂടെ വീണ്ടും ഫ്രണ്ടിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഡോർ ഹാൻഡിൽസാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന്, അതിമനോഹരമായിട്ടുണ്ട്. വണ്ടിയുടെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഒരു 90 ഡിഗ്രി ഓപ്പണിംഗ് ഡോർസ് ആയിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. കാര്യം പുതിയ വാഹന നിർമ്മാണ കമ്പനികളെല്ലാം തന്നെ ഒരു 90 ഡിഗ്രി ഓപ്പണിംഗ് ഡോർസാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അത്യാവശ്യം ഫാറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം വണ്ണമുള്ള ഒരാളിന് സുഖമായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പുറകിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മറ്റു വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്, ജർമ്മൻ വാഹന നിർമ്മാണ കമ്പനികളെല്ലാം ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ
കോ ഡ്രൈവർ സൈഡിൽ നിന്ന് ഡ്രൈവർ സൈഡിലേക്കാണ് ഫ്യൂവൽ ലിഡ് പ്ലേസ് ചെയ്യുന്നത്. അത് പലപ്പോഴും വോക്സ് വാഗനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായാലും സ്കോഡ ഉപയോഗിക്കുന്ന ആൾക്കാരായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ ഫ്യൂവൽ ലിഡിൻ്റെ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. പുറകിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രണ്ടിൽ സ്കോഡയുടെ ലോഗോയാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിൽ സ്കോഡ എന്നുള്ള ഒരു റൈറ്റിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 449 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 60/40 നമുക്ക് ഫോൾഡബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് പുറകിലത്തെ റോയിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഭാരം കൂടിയ അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് ഏത് സീറ്റാണോ മടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മടക്കി ഇതിനകത്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് അടയ്ക്കാനായിട്ട് കുറച്ച് പാടാണ്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ക്വാളിറ്റി അത്രയും ഉണ്ട്. കുറച്ച് വെയിറ്റ് കൂടിയ ഭാഗങ്ങളാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പുറകിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഡിക്കി കാണിച്ചു. അതുപോലെ തന്നെ റിയർ ഡീഫോഗർ വരുന്നുണ്ട്. സ്ഥിരം ക്ലീശ ആൻറ്റിനകളിൽ നിന്ന് മാറി നമ്മുടെ ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സ്കോഡയുടെ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളിലും ഇറങ്ങുന്നത് ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ്. അതുപോലെ തന്നെ ബമ്പറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷും താഴെ ഒരു സിൽവർ ഫിനിഷും വരുന്ന ബമ്പറാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ബേസ് മോഡൽ വാഹനത്തിന് 6 എയർ ബാഗുകൾ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് നൽകുന്ന ഒരു വാഹനം കൈലാക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ സൈഡ് വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ലാമ്പ് യൂണിറ്റിനകത്ത് സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്ന് ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു LED ബ്രേക്ക് ലാമ്പ് യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റും റിവേഴ്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അത് മനോഹരമായിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ പുറകുവശത്ത് സ്കോഡയുടെ ലോഗോ കൊടുത്തിട്ടില്ല. സ്കോഡ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. സൈഡിലായിട്ട് കൈലാക്ക് എന്നും കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, വണ്ടിയെല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോഡയുടെ ഒരു പെയിൻറ്റിങ് ക്വാളിറ്റി നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. കാര്യം പല വാഹന നിർമ്മാണ ബ്രാൻഡുകളും നമ്മൾ ഇതുപോലുള്ള ലൈറ്റിൻ്റെയൊക്കെ കീഴിൽ കൊണ്ടുവന്നിടുന്ന സമയത്ത് പല ഭാഗങ്ങളിലും പെയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു വാഹനം ഏകദേശം ഒരു 10-15 മിനിറ്റോളം കറങ്ങി നടന്ന് പല ഭാഗങ്ങളിലും ഞാൻ നോക്കി. ഒരിടത്ത് പോലും പെയിൻറ്റിൻ്റെ ഒരു കറക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റിനകത്തൊരു പോരായ്മയോ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ഒരു ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഏത് ഭാഗം നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി അപാരം തന്നെയാണ്. അത് നമ്മൾ ലൈറ്റിംഗ് ഉള്ള സ്ഥലത്ത് ഈ ഒരു വാഹനം നിർത്തിയിടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിനകത്തൊരു തിരുത്തുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ഈ റൂഫ് റെയിലിൻ്റെ കാര്യം. ഇതിനകത്ത് ഭാരം താങ്ങാൻ കഴിയുമോ അല്ലെങ്കിൽ എത്ര കിലോ വരെ താങ്ങും എന്ന് ഞാൻ ഒരു സംശയം പ്രകടിപ്പിച്ചു. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോഴാണ് ആലോചിക്കുന്നത്, ഇതിൻ്റെ റൂഫ് റെയിൽ ഒരു എലമെൻ്റ് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്തേക്കുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ് റെയിലിനകത്ത് നമുക്ക് വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പുറമേ നിന്നുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് വാഹനത്തിനുള്ളിലേക്ക് കയറിയിട്ട് എങ്ങനെയുണ്ട് വാഹനത്തിൻ്റെ ഉൾഭാഗം എന്നുകൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിന് ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സീറ്റുകളാണ്. നമ്മളൊരു ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള സീറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ടും ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് 2 സ്ട്രോക്ക് സ്റ്റിയറിംഗ് വീലുകളാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ അതുപോലെ തന്നെ ഓഡിയോ കൺട്രോളുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലിൽ നൽകിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള ഈ ഒരു ബട്ടൺ കാണുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ 10 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 10 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. AC വെൻറ്റുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയമണ്ട് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഡയമണ്ട് കട്ട് പോലെ വരുന്ന ഒരു AC വെൻറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്. AC വെൻറ്റിന് തൊട്ട് താഴെയായിട്ട് AC കൺട്രോൾ സ്വിച്ചുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം 1 ടച്ച് ആണ്, അല്ലെങ്കിൽ ടച്ച് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. നമ്മൾ കുത്തേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇത് വർക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു
ഫാബ്രിക് പോലെ നമുക്ക് തോന്നുന്ന ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇതൊരു ബോഡി കളറിനോട് അലൈൻ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് ഒരു ഡയമണ്ട് കട്ട് ഫിനിഷിലുള്ള ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഗിയർ നോബിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരം നമ്മുടെ സ്കോഡ വാഹനങ്ങളിലൊക്കെ വരുന്ന ഗിയർ നോബ് തന്നെയാണ് ഈ ഒരു വാഹനത്തിനും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കൊക്കെ ഒരു സ്ഥിരം വാഹനങ്ങളിൽ കാണുന്ന പോലുള്ള ഹാൻഡ് ബ്രേക്ക് എന്നേ പറയാനുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് റെസ്റ്റിന് താഴെയായിട്ട് അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഒരു വൈഡ് ഏരിയയാണ്, അല്ലെങ്കിൽ ഒരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ് എന്നെ ഏറ്റവും കൂടുതലായിട്ട് ആകർഷിച്ചത്. നല്ല വൈഡായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഏരിയ അല്ലെങ്കിൽ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് ലാമ്പിൻ്റെ സ്വിച്ചസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം വോക്സ് വാഗനിലൊക്കെ കാണുന്ന പോലുള്ള സ്വിച്ചസാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അല്ലെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം വാഹനങ്ങളിൽ കീ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്താണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അത് എന്തായാലും പ്രയോജനമുള്ള ഒരു കാര്യമാണ്. കാര്യം നമ്മൾ പല വാഹനങ്ങളിലും കയറുന്ന സമയത്ത് നമ്മൾ കീ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ തപ്പി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം പല വാഹനങ്ങളിലും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് കറക്റ്റായിട്ട് നമ്മൾ പണ്ടത്തെ വാഹനങ്ങളിൽ എവിടെയാണോ കീ പ്ലേസ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അത് കൊള്ളാം, അത് മനോഹരമായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വളരെ അധികം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പവർ വിൻഡോയുടെ സ്വിച്ചസും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ഡോറിലെ ഹാൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് കടാഖടിയന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡ് റെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹാൻഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം കൊള്ളാം. നമുക്കിനി ഒന്ന് പുറകിലേക്ക് പോയിട്ട് നമുക്കൊന്ന് നോക്കാം. കാര്യം ഞാൻ പുറകിലിരുന്ന സമയത്ത് എനിക്കൊരു നെഗറ്റീവ് ഫീല് തോന്നിയ ഒരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പുറകു വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണുവാനായിട്ട് ആകുന്നത് ഒരു റെയർ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ 2 C ടൈപ്പ് ചാർജിങ് പോർട്ടുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ നെക്ക് റെസ്റ്റ്, ബാക്ക് സീറ്റിലെ നെക്ക് റെസ്റ്റ്, ഇനിയിപ്പോൾ എൻ്റെ ഹൈറ്റിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. നെക്ക് റെസ്റ്റ് കുറച്ച്, സീറ്റൊക്കെ അടിപൊളിയാണ്, അതിൻ്റെ ഫാബ്രിക് എല്ലാം സൂപ്പറാണ്. പക്ഷേ ഈ ഒരു നെക്ക് റെസ്റ്റ് കുറച്ച് ഒരു എന്താ പറയുക, ഷോൾഡറിനോട് ടൈറ്റായി നിൽക്കുന്ന ഒരു ഫീല് എനിക്ക് തോന്നി. അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും എനിക്ക് ഒരു വലിയ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം എൻ്റെ ഹൈറ്റിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന പൊസിഷൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല തൈ സപ്പോർട്ട് നൽകുന്നുണ്ട്. നടുക്കിരിക്കാൻ ആളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് നടുക്കലത്തെ സീറ്റ് മടക്കി വെച്ചിട്ട് 2 കപ്പ് ഹോൾഡറും കൂടി വെച്ച് കഴിഞ്ഞാൽ വിശാലമായിട്ട് അല്ലെങ്കിൽ അതിമനോഹരമായിട്ട് നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനൊരു ഓൾമോസ്റ്റ് 6 അടിയോളം പൊക്കമുള്ള ഒരാളാണ്. ഫ്രണ്ടിലെ സീറ്റ് മാക്സിമം ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാലും എൻ്റെ കാലോ കാര്യങ്ങളോ ഇവിടെ തട്ടുന്നില്ല. അപ്പോൾ ഇത്രയുമായിരുന്നു ഈ ഒരു ബാക്ക് സീറ്റിൻ്റെ കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിലിരിക്കാൻ ആളില്ല, കുറച്ച് ലോഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീറ്റ് ഇപ്പോൾ 60-40 ആണ് ഈ സീറ്റുകൾ വരുന്നത്. നിങ്ങൾക്കിത് മടക്കി വെച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ചുകൊണ്ട് പോകാം. അതുപോലെ തന്നെ ഹെഡ് സ്പേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് എന്നല്ല, വളരെ അധികം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് സ്പേസാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഞാൻ മിക്ക വാഹനങ്ങളിലും കയറുന്ന സമയത്ത് എൻ്റെ തല മുകളിൽ തട്ടുന്ന രീതിയിലാണ് ഞാൻ ഇരിക്കാറുള്ളത്. ഈ ഒരു വാഹനത്തിൽ എന്തായാലും അത് ഉണ്ടായില്ല. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ 2 റൂഫ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുഴപ്പമില്ല എന്നേ പറയാനാവുള്ളൂ. അല്ലാതെ ഒരു ഓവറായിട്ട് മനോഹരം അല്ലെങ്കിൽ വളരെ നന്നായിട്ടുണ്ട് എന്നൊന്നും പറയാനാകില്ല. എന്നാലും കൊള്ളാം. മൊത്തത്തിൽ ഈ വണ്ടിയുടെ ഒരു ഞാനിപ്പോൾ വണ്ടി ഓടിച്ചു നോക്കി ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി സൂപ്പറാണ്. അല്ലെങ്കിൽ ഈ വണ്ടി നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കുള്ള ഒരു വണ്ടി ഉണ്ട് എന്ന് തന്നെ പറയാം. കാര്യം ഇതിൻ്റെ ബേസ് മോഡൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 9,48,000 രൂപയാണ്. ഇതിൻ്റെ ടോപ്പ് എൻഡ് വരുന്ന സമയത്ത് 16 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ മാനുവലിൻ്റെ ഓൺ റോഡ് പ്രൈസായിട്ട് ഇപ്പോഴത്തെ പ്രൈസ്. ആ ഒരു വിലയ്ക്ക് ഇപ്പോൾ 9 ലക്ഷം രൂപ നിങ്ങൾ മുടക്കി കഴിഞ്ഞാൽ ആ ഒരു വിലയ്ക്കുള്ള വണ്ടി ഉണ്ടെന്ന് തന്നെ ഞാൻ പറയും. കാര്യം ഇത്രയധികം ഫീച്ചേഴ്സ് നൽകുന്ന ഒരു വാഹനം ആ ഒരു പ്രൈസിന് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു
വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഇനി വരുന്ന നാളുകളിൽ സ്കോഡയുടെ കൈലാക്ക് എന്ന് പറയുന്ന ഈ ഒരു വാഹനം നമ്മുടെ നിരത്തുകളിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീലും ബോഡിയുമായിട്ട് അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഈ ഒരു വണ്ടിക്കകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചുകൂടി സാധാരണ വണ്ടികളെക്കാട്ടിലും കുറച്ചും കൂടി സ്മൂത്തായിട്ടുള്ള സസ്പെൻഷൻ ആയിരിക്കും ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും 1 ലിറ്റർ TSI എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ബെൻസൺ. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാനല്ല, നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി മാക്സിമം ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കോഡ വണ്ടി തന്നെ വേണമെന്നില്ല, ഏത് ബ്രാൻഡിൻ്റെ വണ്ടിയാണെന്നുണ്ടെങ്കിലും മാക്സിമം എക്സ്ചേഞ്ച് പ്രൈസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് ഈ വണ്ടി എടുക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി വിറ്റാൽ മതി എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി മാക്സിമം പ്രൈസ് ചെയ്ത് തരുന്നതായിരിക്കും. താഴെ ഞാൻ ആ നമ്പർ കൊടുത്തിട്ടുണ്ട്, ബെൻസൺ എന്നാണ് പേര്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.